മുഹറം മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. മറക്കരുത്, അവസാനം വരെ കാണാൻ വിട്ടുപോകല്ലേ. ജീവിതത്തിൽ വിജയത്തിന്റെ വാതിലുകളും പടച്ചവൻ തുറന്നു തരും. അനവധി നിരവധി നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. 80 വട്ടം ഈ സ്വലാത്ത് ചൊല്ലണം. 80 വർഷത്തെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരും. ഇന്നത്തെ ജുമാ നിസ്കാരത്തിന് ശേഷം ഉമ്മമാർ അവരുടെ വീടുകളിൽ സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, ഫലക്, ഈ 4 സൂറത്തുകളും വീതം ഓതിയിട്ട് അല്ലാഹുവിലേക്ക് അവൻ ദുആ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു ആപത്തോ മുസീബത്തോ അവനെ ബാധിക്കുകയില്ല. വെള്ളിയാഴ്ച ആ ളുഹർ നമസ്കാരത്തിന് ശേഷം 25 പ്രാവശ്യം സൂറത്തുൽ ഖദർ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ 1000 ഹജ്ജ് ചെയ്ത കൂലിയും 1000 പ്രാവശ്യം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ജിഹാദ് ചെയ്ത പ്രതിഫലവും അല്ലാഹു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്താ നേട്ടം, എന്താ ഇതിന്റെ പ്രതിഫലം. അല്ലാഹുവേ, ഒരു വട്ടം പറഞ്ഞാൽ 6 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടുന്ന ഒരുപാട് പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് ആ സ്വലാത്ത്. സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഈ സ്വലാത്ത് മറക്കരുത്. ഒരുപാട് വട്ടം പറയും, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അധികരിപ്പിക്കുക. സൂറത്തുൽ കഹ്ഫ് പരമാവധി ഓതി വെക്കുക. ഒരു ദുആ ഈ വെള്ളിയാഴ്ച പകലിൽ നിങ്ങൾ മറന്നു പോവാൻ പാടില്ല. ആത്മാർത്ഥമായിട്ട് പറയണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. 200 കോടി നന്മ. കാരണം മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള പാപം പൊറുപ്പിക്കാൻ വേണ്ടിയുള്ള തേട്ടമാണിത്. എണ്ണപ്പെട്ടുപോയി എത്ര ആളുകൾ വരാനിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു, അവരുടെയൊക്കെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടും. എന്ന് പറഞ്ഞുള്ള ബൈത്തുണ്ടല്ലോ, അത് മുടങ്ങണ്ട. അതിങ്ങനെ പരമാവധി അധികരിപ്പിക്കും. അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ യാസീൻ ഓതനം സൂറത്തുൽ മുൽക്ക് ആളുകൾക്ക് കിട്ടുന്ന വലിയൊരു ഗിഫ്റ്റാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാം, സ്വതക്ക കൊടുക്കാൻ മറന്നു പോകരുത്. മഗ്‌രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവരും കേൾക്കട്ടെ, അവരും പഠിക്കട്ടെ. നമുക്ക് അത് ഗുണമാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും തരട്ടെ.